രണ്ട് വിശേഷ ദിവസങ്ങളിലാണ് നമ്മൾ ചക്കരക്കഞ്ഞി ഉണ്ടാക്കുക. ഒന്ന് ബറാത്തിൻ്റെ അന്നും പിന്നെ വലിയ പെരുന്നാളുടെ തലേന്നും. ഇന്നത് രണ്ടുമല്ല കേട്ടോ, കഴിക്കാൻ പൂതി വന്നപ്പോൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 5-8 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ഗോതമ്പിലോട്ടേക്ക് അതിൽ മുങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ഫുള്ളും പിന്നെ 1/2 അങ്ങനെ എടുത്ത് ചിരവി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ ഇങ്ങനെ 3 തവണയായിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ വെല്ലം ഒന്ന് പാനിയാക്കി എടുക്കണം. അതിലേക്ക് ഒരു 5-8 ഏലക്ക ഇതുപോലെ കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-ാം പാൽ എടുത്തിട്ടുണ്ടല്ലോ, അതിനും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അത് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഇനി ബാക്കി വന്നിട്ടുള്ള 3-ാം പാൽ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ഗോതമ്പിലോട്ടേക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. പിന്നെ ഈ സമയത്തൊന്നും തീ വല്ലാണ്ട് അങ്ങ് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കടലൊക്കെ പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് ഗോതമ്പിൻ്റെ പകുതി അളവ്, അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചിട്ട് നമുക്ക് ഈ എത്രമാത്രം കടിക്കാൻ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഈ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണേ. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. വെള്ളം ഇങ്ങനെ വറ്റി വരുമ്പോൾ നമ്മളിതിലേക്ക് 2-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സാക്കി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളമൊക്കെ കുറുക്കി വരുന്ന സമയത്താണ് ഈ ഒരു 1-ാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ ആ ഒരു പാനി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് നല്ല സ്പീഡിലുള്ള തീയൊന്നും കത്തിച്ച് കൊടുക്കണ്ട. ആ കനലിൽ അങ്ങനെ അങ്ങ് വെന്തോളും. നല്ലോണം ചൂട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിയെല്ലാം പിടിച്ചു പോകാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എപ്പോഴും തന്നെയാണ്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് വെച്ച് പോയതാണ്. അപ്പോൾ വരുമ്പോഴത്തേനും ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. ആ ഒരു കനലിൽ കിടന്നിട്ട് തന്നെയാണ് കേട്ടോ ഇത് വെന്ത് കുറുകിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിലോട്ടേക്ക് അണ്ടിപ്പരിപ്പോ അതൊക്കെ ഇതുപോലെ താളിച്ചൊഴിച്ച് കൊടുക്കും കൂടി ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കരക്കഞ്ഞിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് മിസ്സസ് കണ്ണൂർ ഫോളോ ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.